മഹത്വകരമായ ദൈവീയ ദർശനം പ്രാപിച്ചതിലൂടെ എല്ലാ തലമുറയിലും ദൈവം വൻകാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇങ്ങനെയുള്ള അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ആധുനിക ക്രൈസ്തവ സഭാചരിത്രത്തിൽ എമി കാർമൈക്കിൾ എന്ന ധീരവനിത പ്രേക്ഷിത ദൗത്യ നിർവഹണത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമാണ്. ഒരിക്കൽ അവർ സ്വപ്നം കണ്ടു. അതൊരു മലഞ്ചെരിവായിരുന്നു. അതിൻ്റെ അടിത്തട്ടിലായി അതിഭീകരവും അഗാധവുമായൊരു ഫീവർ സദൃശ്യം അവിടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വലിയ ജനക്കൂട്ടം ഒന്നിനു പുറകെ ഒന്നായി മലഞ്ചെരിവ് മുറിച്ച് കടക്കുകയാണ്. അവരുടെ മുമ്പാകെയുള്ള വലിയ ആപത്തിനെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമൊക്കെ അടങ്ങിയ ആ ജനതി വലിയ കൊക്കയിൽ വീണ് മരിക്കും. ഈ സ്വപ്നം കണ്ട് പേടിച്ച എമി കാർമൈക്കിൾ തൻ്റെ കിടക്കയിൽ നിന്നും ഒരു നിലവിളിയോടുകൂടെ ചാടി എഴുന്നേറ്റ്. അതെ, ആരുമില്ല അവരെ തടഞ്ഞു നിർത്തുവാൻ. അവരെ നിർത്തു. അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അവർ വീടിന് പുറത്തേക്ക് ഓടി. ഈ സ്വപ്നം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. എമിയുടെ ആത്മീയവും മാനസികവുമായ ജീവിതത്തെ അത് വളരെ സ്വാധീനിച്ചു. ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവർ തീരുമാനമെടുത്തു. ആലംബഹീനരുടെയും അനാഥരുടെയും വിധവമാരുടെയും അശരണരുടെയും രക്ഷകയായി അവർ പേഴ്സ രംഗത്തെ പ്രശസ്തിയായിട്ട് തീർന്നു. ക്രിസ്തുനാഥന്റെ സന്ദേശം ലക്ഷോപലക്ഷ ഹൃദയങ്ങളിൽ അവരെത്തിച്ചു. 1895 നവംബർ മാസത്തിൽ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ദൂതുമായി അവർ ഇന്ത്യയിലെത്തി. കർത്താവ് തന്നെ ഏൽപ്പിച്ച ദിവ്യദർശനത്തിൻ്റെ സാക്ഷാത്കാരം പര്യവസാനിച്ചത് 1951 അവർ ഇന്ത്യയിൽ വെച്ച് ദൈവസേനയിൽ കടന്നുപോയതോടുകൂടിയാണ്. ഇന്ത്യയിൽ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം പോലും അവർ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിലേക്ക് പോയില്ല. നയിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള അവരുടെ ഭാരം വലുതായിരുന്നു. പ്രിയരെ, നമ്മുടെ കാഴ്ചപ്പാടെന്താണ്? കർത്താവിൻ്റെ ശബ്ദത്തിന് മുമ്പാകെ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? സാഹചര്യങ്ങളും ജീവിത പശ്ചാത്തലങ്ങളും തീർത്തും അനുകൂലമായിരുന്നപ്പോഴും പ്രേക്ഷിത ദൗത്യ നിർവഹണത്തിനായി കർത്താവ് ആഹ്വാനം നൽകിയപ്പോഴും ഓരോരോ ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ട് നാം പിന്തിരിഞ്ഞ് പോയിട്ടുണ്ട്. ഓരോരോ ഒഴികഴിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് തീരും. പൗലോസിൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒഴികഴിവുകൾ പറഞ്ഞ് പിന്മാറാമായിരുന്നു. ഇതിൽ അദ്ദേഹം പറയുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു എന്നാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. പ്രിയരെ, ശൗരനെ പോലെ വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് ദൈവിക ദർശനത്തിൻ്റെ സാക്ഷാത്കാരത്തിനായിട്ട് മുന്നോട്ട് പോവുക. കർത്താവിന് നിങ്ങളെക്കൊണ്ട് ചിലത് ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. ക്രൈസ്തവ സഭയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച പൗലോസിൻ്റെ ദർശനം എത്രയോ വലുതായിരുന്നു. നാശത്തിലേക്ക് നിപതിക്കുന്ന ഈ ലോകത്തിൽ ക്രിസ്തുവിനെ വെളിച്ചമായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കൗമാരക്കാർ, യുവജനങ്ങൾ അനേകർ ഇന്ന് ലഹരിക്ക് അടിമകളാകുന്നു. അനേകം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു. നയിച്ചു പോകുന്ന ഈ തലമുറയോർത്ത് നമുക്ക് ദേശനെ കരയുന്നവരാകാം. ജനത്തിനു വേണ്ടി ഭക്തന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇടിയിൽ നിൽക്കുവാൻ ആരെഴുന്നേൽക്കും? അങ്ങനെ നിങ്ങൾ തയ്യാറാവുന്നുവെങ്കിൽ നിങ്ങൾ കൂടിയും ദൈവം കാര്യം ചെയ്തെടുക്കും.